കോടതി വിധി മറികടന്ന് 74 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി സംസ്ഥാന സാക്ഷരതാ മിഷൻ. നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയതോടൊപ്പം ശമ്പള സ്കെയിൽ അനുവദിക്കുകയും ലക്ഷക്കണക്കിന് രൂപ ശമ്പള കുടിശ്ശിക നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടുമുൻപ് തിരക്കിട്ട് കുടിശ്ശിക അനുവദിക്കുകയായിരുന്നു. 2 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അനുവദിച്ചത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയിൽ അംഗീകൃത തസ്തികകൾ നിലവിലില്ലാതിരിക്കുകയാണ് 74 താൽക്കാലിക സാക്ഷരതാ കോർഡിനേറ്റർമാരായ താൽക്കാലിക ജീവനക്കാരെ കോടതി വിധി മറികടന്ന് നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയത്. ശമ്പള സ്കെയിൽ അനുവദിക്കുകയും ലക്ഷക്കണക്കിന് രൂപ ശമ്പള കുടിശ്ശികയായി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടുമുൻപ് തിരക്കിട്ട് കുടിശ്ശിക അനുവദിക്കുകയായിരുന്നു. 2 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ താൽക്കാലികക്കാർക്ക് അനുവദിച്ചത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് സ്ഥിരം തസ്തികകളിൽ ഒറ്റത്തവണ മാത്രമായിരിക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെയും ഹൈക്കോടതിയുടെ തുടർ വിധിയുടെയും ലംഘനമാണ് സാക്ഷരതാ മിഷനിൽ നടത്തിയ സ്ഥിരപ്പെടുത്തലെന്നാണ് ആക്ഷേപം. 2021 സർക്കാർ ഇവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും എല്ലാ സ്ഥിരപ്പെടുത്തലുകളും കോടതി തടഞ്ഞിരുന്നു. 2025 നിശ്ചിത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തൽ കോടതി അംഗീകരിച്ചത്. സാക്ഷരതാ മിഷനിൽ സ്ഥിരമായ ഒരു തസ്തിക പോലും ഇല്ലെന്നും അവിടെയുള്ള നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് 2017 നിയമസഭയിൽ രേഖാമൂലം വ്യക്തമാക്കിയതാണ്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് മിഷൻ അധികൃതർ സ്ഥിരം തസ്തികയിൽ അല്ലാതെ നിയമിച്ച താൽക്കാലികക്കാരെ നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയത്. സാക്ഷരതാ കോർഡിനേറ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ തസ്തികകളിലായിരുന്നു താൽക്കാലികക്കാരെ നിയമിച്ചിരുന്നത്. ജനം, തിരുവനന്തപുരം.